എക്സ്ക്യൂസ് മീ, ഇന്നർ വർക്കിനെ പറ്റി മനസ്സിലാക്കാം. നോക്കിയേ, സ്പിരിച്വലി അവേക്കൻഡ് ആകാത്ത ഒരു സോള് പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും കലർന്നിട്ടാണ് ഇരിക്കുന്നത്. ഈ സോളിലെ എല്ലാ നെഗറ്റിവിറ്റീസിനെയും അല്ലെങ്കിൽ അഴുക്കുകളെയും കളഞ്ഞ് ആ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആ ആത്മാവ് തന്നെ ചെയ്യേണ്ടുന്ന വർക്കാണ് ഇന്നർ വർക്ക്. ഓക്കെ, ഇന്നർ വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു സോൾ അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വെർഷനിലേക്ക് പോകുന്നു. അതുവഴി ആ സോളിൻ്റെ എനർജി വൈബ്രേഷൻ ഹൈ ആകുന്നു. അതായത് ആ സോൾ ഫുൾ പോസിറ്റീവായിട്ട് മാറുന്നു, ഡിവൈൻ എനർജിക്ക് തുല്യമായിട്ട് മാറുന്നു. അവിടെ ഒരു നെഗറ്റിവിറ്റി പോലും കാണില്ല. ഓക്കെ, അപ്പോൾ ആ സോൾ സ്പിരിച്വലി അവേക്കൻഡ് ആയി എന്ന് പറയാം. DM-ഉം DF-ഉം ഇങ്ങനെ ആയാൽ മാത്രമേ അവരുടെ യൂണിയൻ സാധ്യമാകുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു DF-ൻ്റെ എനർജി വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ അവരുടെ കൂടെയുള്ള ലോ എനർജി വൈബ്രേഷനുള്ള സോൾസൊക്കെ ഇല്ലേ, അത് അവരിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ DM അല്ലെങ്കിൽ ട്വിൻ സോൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കൂടെയുള്ളയാൾ നമ്മുടെ ശരിക്കുമുള്ള TF ആണോ എന്നറിയാൻ DF എന്ത് ചെയ്താൽ മതി, ഇന്നർ വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രൂ ട്വിൻ ആണെങ്കിൽ നമ്മളിലേക്ക് അടുത്ത് വരും, ട്വിൻ സോൾ അല്ല എങ്കിൽ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുകയും ചെയ്യും. പിന്നെ ഈ ഇന്നർ വർക്ക് എന്നത് ഒരു DF-ന് മാത്രം അവകാശപ്പെട്ടതല്ല കേട്ടോ. ഏതൊരു സോളിനും അവരുടെ എനർജി ഹൈ വൈബ്രേഷനിലെത്തിക്കാൻ ഇന്നർ വർക്ക് ചെയ്യാം. ഇന്നർ വർക്ക് ചെയ്താൽ ഏതൊരു സോളിനും ഗുണം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പോസിറ്റിവിറ്റി ഇത്തിരിയെങ്കിലും ഉള്ള സോൾസിന് മാത്രമേ ഇന്നർ വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പോലും ഉണ്ടാകുന്നുള്ളൂ. നെഗറ്റിവിറ്റി ഉള്ള സോൾസ് ഇന്നർ വർക്ക് എന്ന കൺസെപ്റ്റിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന പോലും ഇല്ല. ഓക്കെ, അതുപോലെ ഇന്നർ വർക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക തന്നെ വേണം. തൻ്റെ DM-ഉമായിട്ട് യൂണിയനിലാകാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഇന്നർ വർക്ക് എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നർ വർക്കിലൂടെ ഒരു സോൾ പ്യൂരിഫൈ ആയി അതിൻ്റെ ബെറ്റർ വെർഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇന്നർ വർക്ക് ഒക്കെ ചെയ്ത് DF-ൻ്റെ സോൾ പ്യൂരിഫൈ ആയാലും DM-ൻ്റെ സോളും ഇതുപോലെ പ്യൂരിഫൈ ആകുന്ന ടൈം വരെയും വെയിറ്റ് ചെയ്യേണ്ടി വരും DF-ന് യൂണിയനിലാകാൻ. ഇതൊരു നീണ്ട പ്രോസസ്സ് തന്നെയാണ്. സോ DF ഇന്നർ വർക്ക് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഒരിക്കലും യൂണിയൻ ആകരുത്. ഓക്കെ, അതുപോലെ ഇന്നർ വർക്ക് എന്നത് ഓൺലി മെഡിറ്റേഷൻ മാത്രം ഉൾപ്പെടുന്നതല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു.